കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ജില്ലയിൽ പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ സൗപർണിക നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. ആദിപരാശക്തിയുടെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. കർണാടകയിലാണെങ്കിലും അയൽ സംസ്ഥാനങ്ങളായ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ലക്ഷക്കണക്കിന് ഭക്തർ ഓരോ വർഷവും ഈ പുണ്യസങ്കേതത്തിൽ എത്തുന്നു. കൊല്ലൂർ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിന് ഏകദേശം 1200 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. 8ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആദിശങ്കരാചാര്യർക്ക് ദേവി ഇവിടെ പ്രത്യക്ഷപ്പെട്ടുവെന്നും അദ്ദേഹം ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ക്ഷേത്രത്തിലെ പൂജാവിധികൾ ചിട്ടപ്പെടുത്തുകയും ചെയ്തുവെന്നുമാണ് ഐതിഹ്യം. ഈ ക്ഷേത്രം കർണാടകയിലെ സപ്തമുക്തി സ്ഥലങ്ങളിൽ മോക്ഷം നൽകുന്ന 7 പുണ്യസ്ഥലങ്ങൾ ഒന്നായും അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഉദ്ഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. ഒരു ഐതിഹ്യം അനുസരിച്ച് കോല മഹർഷി ഇവിടെ തപസ്സു ചെയ്യുമ്പോൾ മൂകാസുരൻ എന്ന അസുരൻ അദ്ദേഹത്തെ നിരന്തരം ശല്യം ചെയ്യുകയായിരുന്നു. മഹർഷിയുടെ പ്രാർത്ഥന കേട്ട് ആദിപരാശക്തി പ്രത്യക്ഷപ്പെടുകയും മൂകാസുരനെ നിശബ്ദനാക്കുകയും മൂകനാക്കി പിന്നീട് വധിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ദേവിക്ക് മൂകാംബിക എന്ന പേര് ലഭിച്ചത്. ദേവി ഇവിടെ സ്വയംഭൂവായ ഒരു ജ്യോതിർലിംഗ രൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത്. ഈ ലിംഗത്തിന് ഒരു സ്വർണരേഖയുണ്ട്. ലിംഗത്തിന്റെ ഒരു ഭാഗം മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ ദേവീഭാവങ്ങളെയും മറുവശം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ത്രിമൂർത്തികളെയും പ്രതിനിധീകരിക്കുന്നു എന്നാണ് വിശ്വാസം. ഈ അതുല്യമായ ലിംഗരൂപം മൂകാംബിക ക്ഷേത്രത്തിൽ മാത്രമേ കാണാൻ സാധിക്കൂ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ദേവി മൂകാംബികയാണ്. പ്രധാന ശ്രീകോവിലിന് പുറമെ ഗണപതി, ശിവൻ, വിഷ്ണു, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, വീരഭദ്രൻ, നാഗദേവതകൾ എന്നിവർക്കായി ഉപക്ഷേത്രങ്ങളുമുണ്ട്. ക്ഷേത്രത്തിനു മുന്നിൽ അഗ്നിതീർത്ഥം എന്ന നദി ഒഴുകുന്നു. സമീപത്തുകൂടി സൗപർണിക നദി ഒഴുകുന്നു. സൗപർണിക നദിക്ക് അതിന്റേതായ പ്രാധാന്യമുണ്ട്. പണ്ടുകാലത്ത് സുബർണൻ എന്ന ഗരുഡൻ ഇവിടെ തപസ്സു ചെയ്ത് മോക്ഷം നേടിയതിനാലാണ് നദിക്ക് സൗപർണിക എന്ന് പേര് ലഭിച്ചത് എന്ന് പറയപ്പെടുന്നു. നദിയിൽ സ്നാനം ചെയ്യുന്നത് പാപനാശിനിയാണെന്ന് വിശ്വാസമുണ്ട്. കൊല്ലൂരിലെ പ്രധാന ഉത്സവങ്ങൾ നവരാത്രിയും രഥോത്സവവുമാണ്. ഒക്ടോബർ-നവംബർ മാസങ്ങളിൽ നടക്കുന്ന നവരാത്രി മഹോത്സവം ഇവിടെ വളരെ വിപുലമായി ആഘോഷിക്കപ്പെടുന്നു. ഈ സമയത്ത് ആയിരക്കണക്കിന് ഭക്തരാണ് ദേവിയുടെ അനുഗ്രഹം തേടി ഇവിടെയെത്തുന്നത്. വിജയദശമി ദിനത്തിൽ നടത്തുന്ന വിദ്യാരംഭം ചടങ്ങ് വളരെ പ്രസിദ്ധമാണ്. കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ വിദ്യാരംഭം കുറിക്കാൻ എത്തുന്നു. ഫാൽഗുന മാസത്തിലെ രഥോത്സവവും വലിയ പ്രാധാന്യമുള്ളതാണ്. കൂടാതെ ദേവിയുടെ ജന്മനക്ഷത്രമായ ഫാൽഗുന മാസത്തിലെ മൂലം നക്ഷത്രം, ചൊവ്വ, വെള്ളി ദിവസങ്ങൾ, ശ്രാവണമാസം എന്നിവയെല്ലാം ഇവിടെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് കേരളവുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട്. ആദിശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം ഇതാണ്. കേരളത്തിൽ ഒരു സരസ്വതി ക്ഷേത്രം സ്ഥാപിക്കാനായി ദേവിയെ പ്രീതിപ്പെടുത്താൻ അദ്ദേഹം തപസ്സു ചെയ്തു. ദേവി പ്രത്യക്ഷപ്പെട്ട് താൻ ശങ്കരന്റെ പിന്നാലെ വരുമെന്നും പക്ഷേ പിന്നോട്ട് നോക്കരുതെന്നുമുള്ള വ്യവസ്ഥയിൽ കേരളത്തിലേക്ക് വരാൻ സമ്മതിച്ചു. യാത്രാമധ്യേ ആദിശങ്കരൻ ഒന്നു തിരിഞ്ഞു നോക്കി. ദേവി അവിടെ തന്നെ നിന്നുപോയി. പിന്നീട് ശങ്കരന്റെ പ്രാർത്ഥനയാൽ ദേവി രാവിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലും ഉച്ചയോടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും സാന്നിധ്യം അറിയിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. അതിനാൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ നട തുറക്കുന്നത് മൂകാംബിക ക്ഷേത്രത്തിലെ നട തുറന്ന ശേഷമാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ രാത്രി 9 മണി വരെ ഭക്തർക്കായി തുറന്നിരിക്കും. നിർമ്മാല്യ ദർശനം രാവിലെ 5 മണിക്ക് ആരംഭിക്കുന്നു. നിത്യവും നടക്കുന്ന ത്രികാല പൂജകൾക്ക് പുറമെ പ്രത്യേക വഴിപാടുകളും സേവകളും ഇവിടെയുണ്ട്. ക്ഷേത്രത്തിൽ ഭക്തർക്ക് താമസിക്കാനായി ഗസ്റ്റ് ഹൌസുകളും ഡോർമിറ്ററികളും ലഭ്യമാണ്. മംഗലാപുരം വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം, ഏകദേശം 130 കി.മി. ബൈന്ദൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ, ഏകദേശം 28 കി.മി. റോഡ് മാർഗം കർണാടകയിലെയും കേരളത്തിലെയും പ്രധാന നഗരങ്ങളിൽ നിന്ന് നേരിട്ട് ബസ് സർവീസുകൾ ലഭ്യമാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഇത് വെറുമൊരു ആരാധനാലയം മാത്രമല്ല, ആത്മീയതയുടെയും സംസ്കാരത്തിന്റെയും ഐതിഹ്യങ്ങളുടെയും ഒരു ജീവിക്കുന്ന കേന്ദ്രമാണ്. സൗപർണിക നദിയുടെ തീരത്ത് പശ്ചിമഘട്ടത്തിന്റെ ഹരിതഭംഗിയിൽ മൂകാംബിക ദേവിയുടെ അനുഗ്രഹം തേടി ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഭക്തർ ഇവിടെയെത്തുന്നു.
ഈ പുണ്യഭൂമി മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധീകരിക്കുന്ന ഒരു അനുഭവമാണ് ഓരോ തീർത്ഥാടകനും നൽകുന്നത്.